നിങ്ങളുടെ ഫേസിൽ ഒരു ഇൻക്രെഡിബിൾ ട്രാൻസ്ഫോർമേഷൻ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് നിങ്ങളുടെ ബോഡി ഫാറ്റ് ലോവർ ചെയ്യുക. ബോഡി ഫാറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ രണ്ട് ഭാഗത്താണ് ഏറ്റവും വലിയ ചേഞ്ചസ് കാണുക. ഒന്ന് നമ്മുടെ ആബ്സും, രണ്ടാമത് നമ്മുടെ ഫേസും, സ്പെഷ്യലി ചീക്ക് ഏരിയ. നിങ്ങൾക്ക് ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര വലിയ ചേഞ്ച് ആണ് ബോഡി ഫാറ്റ് നമ്മുടെ ഫേസിൽ ഉണ്ടാക്കുന്നത്. 10-15 ബോഡി ഫാറ്റ് പെർസെൻറ്റേജിലാണ് നമ്മുടെ വയറിൻ്റെ അവിടെയെല്ലാം ആബ്സ് വിസിബിൾ ആവുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് തീരെ ഡെഫിനിഷൻ ഇല്ലാത്തതിൽ നിന്ന് ഒരു 3D ഡെപ്ത് ഉള്ള ഫേസ് ആയിട്ട് മാറും. ബോഡി ഫാറ്റ് കുറയ്ക്കാൻ ആകെ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, കുറച്ച് ഫുഡ് കഴിക്കുക, കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഡു നോട്ട് സ്ലീപ്പ് ഫേസ് ഡൗൺ. നമ്മളിങ്ങനെ പില്ലോയിന്മേൽ മുഖം വെച്ച് കിടക്കുമ്പോൾ നമ്മുടെ ഫേസും പില്ലോയുമായിട്ട് ഒരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഈ ഫ്രിക്ഷൻ നമ്മുടെ ഫേസിൽ അനാവശ്യ റിങ്കിൾസ് എല്ലാം വെച്ച് വരുത്താണ്. സോ അതുമേ മുഖം വെച്ച് കിടക്കുകയാണെങ്കിൽ ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് കാണാം നിങ്ങളുടെ ഫേസ്. നെക്സ്റ്റ്, ഈറ്റ് ഓറഞ്ച് കളർ ഫുഡ് സ്കിൻ. സോ നമ്മൾ പറയുന്നത് പപ്പായ, സ്വീറ്റ് പൊട്ടാറ്റോ, ക്യാരറ്റ്, മാംഗോ. അതിനോ മാങ്ങ മഞ്ഞയാണ്, ബട്ട് ഓറഞ്ചിന്റെ ഗ്രേഡിയൻ ഷെയ്ഡിലുള്ളതാണ്. ഇതിലൊരു ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ബേറ്റ കാരറ്റീൻ എന്നാണ് ഇതിന് പറയുക. ഇത് ഓറഞ്ച് ഫുഡിന് ഓറഞ്ച് കളർ കൊടുക്കുന്നത് മാത്രമല്ലാതെ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ ബേറ്റ കാരറ്റീൻ. സ്കിൻ ഹെൽത്ത്, ഏജിങ് സ്ലോ ഡൗൺ ചെയ്യാൻ, അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യമാണ് ഈ ബേറ്റ കാരറ്റീൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടിപ്പ് അധികം ആരും യൂസ് ചെയ്യാത്തതാണ് എൻ്റെ അറിവിൽ, അതാണ് വിറ്റമിൻ സിറം. നമ്മളുടെ സ്കിന്നിലെ പ്രോബ്ലംസ് കണ്ടെത്തി അതിനെ സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ വിറ്റമിൻ സിറം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫേസിൽ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് സ്കിൻ പ്രോബ്ലംസ് ആണ് ആക്നി മാർക്സ്, ഓയിലി ഡ്രൈ സ്കിൻ. ഈ പറഞ്ഞ എല്ലാ സ്കിൻ പ്രോബ്ലംസിനും ഓരോ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇത് ഈ ക്രീം ഫോമിൽ വരുമ്പോൾ ഇതിന്റെ മാനുഫാക്ചേഴ്സിന് ഇതിൽ കീ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുള്ളതിൽ ഏകദേശം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് ഇത് സിറം ഫോമിലായിട്ട് വരുമ്പോൾ ഇതിന്റെ കീ ഇൻഗ്രീഡിയൻറ്റ് കുറച്ചുകൂടി കൂടുതൽ കോൺസെൻട്രേഷനിലാണ് വരിക. അത് മാത്രമല്ല, ഈ സിറം ഫോമിൽ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഇത് കുറച്ചുകൂടി എഫക്റ്റീവ്ലി അബ്സോർബ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടിപ്പാണ് മെയിൻറ്റെയിൻ യുവർ ഫേഷ്യൽ ഹെയർ. നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഷേവ് ചെയ്ത് കളയുക. നെക്സ്റ്റ് ടിപ്പാണ് എക്സ്ഫോലിയേറ്റ് യുവർ ലിപ്സ്. ചാപ്ഡ് ലിപ്സ് ഈസ് നെവർ അട്രാക്റ്റീവ്. ഇത് ഉണ്ടാവുന്നത് നമ്മുടെ ലിപ്സിലെ ഡെഡ് സ്കിൻ സെൽസ് ഫോം ആയുള്ളതുകൊണ്ടാണ്. ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത തവണ പല്ല് ഇരിക്കുമ്പോൾ ബ്രഷിന്റെ എഡ്ജസ് വെച്ചിട്ട് ചെറുതായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യുക നമ്മുടെ ലിപ്സ് അല്ല. റിമെമ്പർ, ഇത് ടീത്ത് അല്ല, ലിപ്സ് ആണ്. സോ പതുക്കെ ചെയ്യുക. ഇനി നിങ്ങൾ എത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ കണ്ണിന്റെ അടിയിൽ ഐ ബാഗ്സ് ഉണ്ടെങ്കിൽ യു ലുക്ക് ടയർഡ് ആൻഡ് സ്ലീപ്പി, നോട്ട് അട്രാക്റ്റീവ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ടിപ്പ് ഫോളോ ചെയ്താൽ മതി. അതാണ് ഗെറ്റ് സം ഗുഡ് സ്ലീപ്പ്. സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതില്ലാണ്ട് നിങ്ങൾ ഈ വീഡിയോയിലെ എന്ത് കാര്യം ഫോളോ ചെയ്തിട്ടും കാര്യമില്ല. അടുത്ത ടിപ്പാണ് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. ഇത് നിങ്ങൾ കോമൺ ആയി കേൾക്കുന്ന ഒരു ടിപ്പാണ്, ബട്ട് മിക്ക ആൾക്കാരും ഇത് റൈറ്റ് ആയിട്ടല്ല അത് ചെയ്യുക. മിക്ക ആൾക്കാരും ഈ വെള്ളം കുടിക്കുന്ന കോൺസെപ്റ്റ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾ ഒരൊറ്റ അടിക്ക് തന്നെ കുറേ വെള്ളം കുടിക്കും, 2 to 3 times per day. ഇത് നിങ്ങളുടെ ബോഡിക്ക് ബാഡ് ആണെന്ന് മാത്രമല്ല തീരെ എഫക്റ്റീവും അല്ല. ഒറ്റ അടിക്ക് കുറേ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്, അതിനെ അത് എഫക്റ്റ് ചെയ്യും. സോ ഇൻസ്റ്റെഡ് നിങ്ങൾ ത്രൂ ഔട്ട് ദ ഡേ ഒരു 1-2 മണിക്കൂർ കൂടുമ്പോൾ അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വെള്ളം കുടിക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ അത്യാവശ്യത്തിലധികം വെള്ളമില്ലെങ്കിൽ നമ്മുടെ ബോഡി നമ്മുടെ ഫേസിലുള്ള ഓൾറെഡി ഉള്ള വെള്ളം നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ റീറ്റെയിൻ ചെയ്ത് വെക്കും. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ അവിടെയെല്ലാം കൂടുതൽ ബ്ലോട്ടിംഗ് ആയിട്ട് വരും. സോ നിങ്ങളുടെ ബോഡി വെയിറ്റിനനുസരിച്ചുള്ള കറക്റ്റ് അളവിലുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം മാറ്റി നിർത്താം. സോ ഒരു ബേസിക് ഗൈഡ് പോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡി വെയിറ്റ് എടുക്കുക. ടോട്ടൽ ബോഡി വെയിറ്റിലെ ഓരോ കിലോയിനും നമ്മൾ 35 ml വെള്ളം വെച്ച് നമ്മൾ കൊടുക്കുക. ഇതാണ് ഒരു ബേസിക് ഗൈഡ്. ഇനി നിങ്ങൾ നല്ല ആക്റ്റീവ് ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ള ആൾക്കാരാണ്, അതായത് ക്രിക്കറ്റ് കളിക്കാൻ പോകും, ജിമ്മിൽ പോകും, അതുപോലെ തന്നെ ഫുട്ബോൾ ഇങ്ങനെയെല്ലാം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഓരോ മണിക്കൂർ ആക്ടിവിറ്റിക്കും വെച്ച് 0.6 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുക. സോ 2 മണിക്കൂർ ജിമ്മിൽ പോകുന്ന ആളാണെങ്കിൽ ബോഡി വാട്ടർ വെയിറ്റ് പ്ലസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്ലസ് 1.2 ലിറ്റർ എക്സ്ട്രാ. ഇനി നിങ്ങൾക്ക് വളരെ ഈസിയായും കുറഞ്ഞ ചെലവിലും ചെയ്യാവുന്ന ഒരു സ്കിൻ കെയർ റുട്ടീനെ പറ്റി അറിയണമെങ്കിൽ ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. ഈ സ്കിൻ കെയർ റുട്ടീനാണ് എൻ്റെ സ്കിന്നിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്.